ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, നിലവിൽ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലൂടെ നേരിടുന്നത്. മത്സ്യലഭ്യതയുടെ കുറവ്, അതുപോലെ ഡീസലിൻ്റെ വില അടിക്കടി കൂടുന്നതൊക്കെ ബന്ധപ്പെട്ട് ഇത് ലാഭകരമല്ലാത്തൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ കടൽ ഖനനം വരുന്നത്. ഇത് മത്സ്യബന്ധന മേഖലയെ സമഗ്രമായി തന്നെ ബാധിക്കും. ഇതിൽ ഏതെങ്കിലും പഠനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? സർ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി 12 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ്. ഇത് 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഖനനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 30 നോട്ടിക്കൽ മൈൽ വരെയാണ്, 12 ശേഷം 16 മുതൽ 30 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരിസ്ഥിതിയിൽ നമ്മുടെ അധികാര പരിധിയിൽ വരാത്തത് കൊണ്ട് അവിടെ പര്യവേഷണം നടത്താൻ പറ്റില്ല, അല്ലെ അവിടെ പഠനം നടത്താൻ കഴിയില്ല. എന്നാൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മളെ എങ്ങനെ ബാധിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു. നമ്മുടെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം തകർക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം എന്ന നിലയിൽ നമ്മൾ ഗൗരവമായി പ്രശ്നം എടുക്കുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞു. വേണ്ടി വന്നാൽ മത്സ്യത്തൊഴിലാളികളെ യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള കൊല്ലം അടക്കമുള്ള പ്രദേശത്തെ ഈ ഖനനം അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വ്യക്തമായി നിയമസഭ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.